ഈ ഉച്ച നേരത്തെ എന്നോട് വരാൻ പറഞ്ഞിട്ട് എന്താ ഒന്നും മിണ്ടാത്തത്? ഈ സ്വഭാവം മാറ്റണമെന്ന് എത്ര ദിവസമായി പറയുന്നതാ? ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാൽ മതി, അപ്പൊ തുടങ്ങും വിതുമ്പാൻ, കൊച്ചുകുട്ടികളെ പോലെ. ഇതത്ര ചെറിയ പ്രശ്നമല്ല സു. ഇത്ര സങ്കടം വരാൻ മാത്രം എന്താ പ്രശ്നം? അച്ഛൻ ഒരു മന്ത്രിയുടെ മകളെ അന്വേഷിക്കുന്നു. എന്തിന് പറയണം? ബാക്കിയുടെ പറഞ്ഞിട്ട് വരണം. ഒരു മന്ത്രിയുടെ മകളെ മാത്രമേ അച്ഛൻ എന്നെ കൊണ്ട് പോകാൻ കഴിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുക. അപ്പൊ ഞാനോ? അതാണ് ഞാനും ആലോചിക്കുന്നത്. എന്താ മന്ത്രിയുടെ മകളെ കല്യാണം കഴിച്ച് എന്നെ ഉപേക്ഷിക്കാമെന്നാ? അയ്യോ, അതല്ല. ഞാൻ ഒരു കാര്യം, അച്ഛന്റെ വാക്കും കേട്ട് വേറെ ഏതെങ്കിലും പെണ്ണിനെ കല്യാണം കഴിക്കാൻ പോയാൽ ആ കല്യാണം പറഞ്ഞാൽ എന്റെ ശവം ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇനി എന്തിന് ജീവിക്കണം? ഇപ്പൊ തന്നെ ആശുപത്രി പോയി ആത്മഹത്യ ചെയ്തേക്കാം. അരുത് സു, ഞാൻ പറയുന്നത് കേൾക്കും. ഞാൻ പറയുന്നത് കേൾക്കും. ഞാൻ എന്റെ സുവിനെ മാത്രമേ പോകാൻ കഴിയൂ. എന്തോ അലമാറയിലുണ്ട്, അവിടെ എവിടെയെങ്കിലും കാണും. അപ്പൊ നിനക്കൊന്നും ഒന്ന് എടുത്തരാൻ വയ്യ അല്ലേ? വക്കീലാണ് പോലും. കോട്ട് എവിടെയാണ് പോലും അറിഞ്ഞൂടാ. അടുക്കള കൊണ്ടുവച്ചിരിക്കുന്നു. ഭർത്താവിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടത് ഭാര്യയുടെ ഡ്യൂട്ടിയാണെന്ന് നിനക്കറിയില്ലേ? അത് തന്നെ ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത്. ഏതല്ലേ നീ ഇവിടെ ചെയ്തോണ്ടിരുന്നത്? ഗോമതി, ഇത്ര പെട്ടെന്ന് ഇത്രയധികം കേസുകൾ നിനക്ക് എവിടെ കിട്ടി? യൂണിവേഴ്സിറ്റിന്ന്. ആര് കൊണ്ടുവന്നു? ഞാൻ പോയി വാങ്ങിച്ചതാ. നീ പോയി വാങ്ങിച്ചതോ? ആ കേസ് വാങ്ങിച്ചു. ഗോമതി, ഇത് മാർക്ക് ലിസ്റ്റ് ആണല്ലോ. ആദായത്തിന് കിട്ടി കിലോ 50 പൈസ. നീ എന്താ കപ്പലണ്ടി കച്ചവടം തുടങ്ങാൻ പോകുന്നുണ്ടോ? ഇക്കണക്കിന് പോയാൽ അത് തന്നെ നമ്മൾ ചെയ്യേണ്ടി വരും. മേശ ഒഴിഞ്ഞു കിടക്കുന്ന കണ്ടല്ലേ? ഏതെങ്കിലും ഒരു കക്ഷിക്കാരൻ വഴിതെറ്റി ഇവിടെ വന്നാൽ ഒരു വക്കീലിനെ വിടാണ് തോന്നണ്ടേ? അപ്പൊ നിനക്ക് ബുദ്ധി ഉണ്ടല്ലേ ഗോമതി? എനിക്ക് ആകെ ഒരു ബുദ്ധിമോശമേ പറ്റിയിട്ടുള്ളൂ. മനസ്സിലായി, പറയണമെന്നില്ല. എന്നെ പ്രേമിച്ച് കല്യാണം കഴിച്ചതല്ലേ? അതെ. ഗോമതി, ഇങ്ങോട്ട് നോക്ക്. ഇത് നിന്നെ കൊണ്ട് ഞാൻ തിരിച്ചു പറയിപ്പിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ആളല്ല. നീ നോക്കിക്കോ, അടുത്ത് തന്നെ എവിടുന്നെങ്കിലും ഒരു മരമണ്ട എന്തെങ്കിലും ഒരു കേസായിട്ട് എന്റെ വഴിയിൽ വന്ന് വീഴും. അതോടെ അവൻ ക്ലോസ്. നിങ്ങൾ ഇത് പറയാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? ഈ കോട്ട് വലിച്ചെറിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ജോലി അന്വേഷിച്ചൂടെ? വരട്ടെ ഗോമതി, അതിന് സമയമില്ല. സമയമാകുമോ നോക്കാം കേട്ടോ. ഏതോ ഒരു കഷ്ടകാലം പിടിച്ചവൻ വരുന്നുണ്ട്. ആ കസാലയിൽ ഇരിക്കൂ. ഞാൻ പുസ്തകം എടുക്കട്ടെ. എന്തെങ്കിലും പറയൂ, എന്തെങ്കിലും പറയാൻ. യുവർ ഓണർ, വേലായുധൻ എന്ന ചിഹ്നം മരിക്കുമ്പോൾ ചില്ലയുടെ കയ്യിൽ കത്തിയുണ്ടായിരുന്നു എന്നതിനെ ഞാൻ നിഷേധിക്കുന്നില്ല. കത്തിയുണ്ടായിരുന്നു. പക്ഷേ യുവർ ഓണർ, അത് ബ്രാൽ എന്ന മത്സ്യത്തെ വെട്ടാൻ കൊണ്ടുവന്നിരുന്ന വെട്ടുകത്തി ആയിരുന്നു ആ കത്തി. പോയിന്റ് 3. പിന്നെ വേലായുധൻ മരിച്ചത് എങ്ങനെ? ദുർബലനും പ്രമേയ രോഗിയുമായ വേലായുധൻ ചിരിദേവി മീൻ വെട്ടാൻ കൊണ്ടുവന്ന കത്തി കണ്ട് ഭയന്ന് ബോധരഹിതനായി വീണ് പിടഞ്ഞ് മരിക്കുകയാണ് ഉണ്ടായതെന്നതിന് തെളിവുകൾ എന്റെ കയ്യിലുണ്ട്. ചൂടാണ്. നീയായിരുന്നു വെറുതെ ശ്വാസം കളഞ്ഞല്ലേടാ. എന്താ ഒന്ന്? അല്ല, ഈ ആധാരം വായനൊന്ന് കഴിയട്ടെ. ഇത് ഈ ആധാരം വായനയല്ല, കോടതി കേസാ, മർദ്ദം. ഇതേ കോടതിയിൽ വെച്ച് കണ്ടോളാ. നീ വന്ന കാര്യം പറ. ഗോമതി, ഞാൻ വളരെ ടയർഡായിരിക്കും. 2 ചായ കൊണ്ടുവരൂ. ഒന്ന് ശിവാസനം, ഒന്ന് എനിക്ക്. ഒന്ന് വേഗം പോകൂ. ഗോപിയേട്ടൻ എന്നെ സഹായിക്കണം. കാര്യം പറയണോ? അച്ഛൻ നിനക്ക് അച്ഛനുണ്ട്, എനിക്ക് അച്ഛനില്ല, എല്ലാം എനിക്കറിയാം. നീ സംഗതി എന്താ വെച്ചാ പറ. അയ്യോ, അതല്ല. അച്ഛൻ ഒരിക്കലും മന്ത്രിയുടെ മകളെ അന്വേഷിക്കുന്നു. ഇതാണോ? ഇത് നല്ല കാര്യല്ലേ? അല്ല,
എവിടെയെങ്കിലും ചെന്ന് കുടുങ്ങിയോ? എന്താ വേണ്ടത്? ആ കുടുക്കുന്ന രക്ഷപ്പെടണം. അയ്യോ അത് വേണ്ട. പിന്നെ മന്ത്രിമാരിനെ രക്ഷപ്പെടണം. ഗോപതി, ഒരു ഗുഡ് ന്യൂസ്. ശിവദാസന്റെ ഒരു കേസ് കിട്ടിയോ? കിട്ടി. എന്റെ ഈശ്വര, നീ എന്റെ പ്രാർത്ഥന കേട്ടു. എന്താ കേസ്? ഇവര് ഒരു പെണ്ണു കേസല്ല ഗോമതി ചേച്ചി. നീ മുന്നേക്ക് ആര് പറഞ്ഞത് കോടതി കേസല്ലെന്ന്? അതൊന്നും പറയാൻ നോക്കൂല. ചിലപ്പോൾ ഹൈക്കോടതി വരെ പോയെന്ന് വരും. എന്ത് കേസോ ആവട്ടെ, ഒന്ന് കിട്ടിയല്ലോ, അത് മതി. നീ ഒന്ന് അകത്തേക്ക് പോ. ഞാൻ ഇവരൊന്ന് ക്ലോസ് ചെയ്തു പോകൂ. അപ്പോ നിന്റെ കുടുക്ക്, അതായത് പ്രേമം അല്ലേ? ഒന്ന് ചോദിച്ചോട്ടെ, സത്യത്തിൽ ഇത് ആത്മാർത്ഥമായിട്ടുള്ളതാണോ അതല്ല ഇപ്പോഴത്തെ ഈ പിള്ളേരെ പോലെ ഒരുമാതിരി ഹോബി ആയിട്ടുള്ള പ്രേമമാണോ? ആത്മാർത്ഥമായതാണ്. ഏതാ പെണ്ണ്? പാച്ചു നായരുടെ മകൾ സുശീല, നേഴ്സാണ്. ഓ, അത് ശരി. അപ്പോ ഡോക്ടർ നേഴ്സ് പ്രേമം അല്ലേ? ഓക്കെ. എന്നാ നീ ഇപ്പൊ പ്രേമിക്കുന്നത് ഒരു മന്ത്രിയുടെ മകളെയാണ്. അയ്യോ പൊന്നു ഗോപേട്ട, ഞാൻ സ്നേഹിക്കുന്നത് പാച്ചു നായരുടെ മകളാണെന്ന് പറഞ്ഞില്ലേ? എന്ന് നീ പറഞ്ഞു. ബട്ട് ഞാൻ പറയുന്നു മന്ത്രിയുടെ മകളെയാണെന്ന്. Now come to the point. പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. മന്ത്രി ചന്ദ്രശേഖരന്റെ മകൾ, നിന്റെ കുടുക്കിന്റെ പേരെന്താണ്? സുശീല. മന്ത്രി ചന്ദ്രശേഖരന്റെ മകൾ സുശീല എന്ന പെൺകുട്ടിയെ നീ സ്നേഹിക്കുന്നുവെന്ന് ചാൻസ് കിട്ടുമ്പോൾ നിന്റെ അച്ഛന്റെ മുമ്പിൽ അവതരിപ്പിക്കണം. അത്രേ ഉള്ളൂ. 6 മാസമായി അന്വേഷിക്കുന്നു. ഒരു മന്ത്രിയും വലയിൽ വീഴുന്നില്ല. ആ പെൺപിള്ളേരുള്ള മന്ത്രിമാര് കുറവാണ്. ഇപ്പൊ നമ്മുടെ MLA കുഞ്ഞിക്കണ്ണൻ അടുത്ത് തന്നെ മന്ത്രിയാകാൻ പോകുന്നെന്ന് കേട്ടു. അയാൾക്കൊരു മകളുണ്ട്. MAക്ക് പഠിക്കുക. ഞാൻ ആളെ വിട്ടിട്ടുണ്ട് നമ്മുടെ ശിവദാസിന് വേണ്ടി അന്വേഷിക്കാൻ. അത് ഞാൻ നടത്തും. കുട്ടി സുന്ദരിയാണോ അച്ഛാ? ആ കുട്ടിയുടെ സൗന്ദര്യം ആരും നോക്കുന്നു? നില നോക്കിയാ പോരെ? അത് പോരാ. അത് മതി, ഞാൻ നോക്കിക്കോളാം. ഇനി എന്റെ അനുവിന്റെ ഇൻകം ടാക്സ് കൂടി ശരിയായാ മതി. അതിന് ഞാൻ ആളെ വിട്ടിട്ടുണ്ട്. എന്നാ പിന്നെ ഇവിടെ എല്ലാം ആയി. വാ 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 വാ, ഡോക്ടർ മോൻ ഇന്ന് വാ. നീ വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ. ഓപ്പറേഷൻ വല്ലതും ഉണ്ടായിരുന്നോ ഇന്ന്? ഇല്ല. അപ്പൊ നാളെ നമുക്ക് ആ MLA കുഞ്ഞിക്കണ്ണന്റെ വീട് വരെ ഒന്ന് പോണം. എന്തിനാ വിളിച്ച? നിന്നോടല്ല, ഇവനോട്. എന്തിനാ? പെണ്ണ് കാണാൻ. അച്ഛൻ ഞാനും വരാം. ഞാൻ കണ്ടിട്ട് തീരുമാനിച്ചാ മതി. ആട്ടെ, നീയും പോര്. എന്താ ഒന്നും മിണ്ടാത്തത്? പെണ്ണ് കാണാൻ വരാൻ പേടിയാണോ? പിന്നെ എന്താ അങ്ങോട്ട് പറയൂ. ഞാൻ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ട് അച്ഛാ. ആരോട് ചോദിച്ചിട്ടാ പെണ്ണിനെ സ്നേഹിച്ചു? എടാ നിന്നോട് ഞാനാണ് ചോദിച്ചത്. ആരോട് ചോദിച്ചിട്ട് സ്നേഹിച്ചു? ആരോട് ചോദിച്ചില്ല. പിന്നെ വല്യച്ഛൻ സാധാരണ അച്ഛന്മാരോട് ചോദിച്ചിട്ടാണോ മക്കൾ പെൺകുട്ടികളെ സ്നേഹിക്കാറ്? ആരാണ് അച്ഛന്മാർ? എനിക്ക് ഒറ്റ മകനേ ഉള്ളൂ, അവന് ഒറ്റ തന്തേ ഉള്ളൂ. എന്റെ മകൻ എന്നോട് ചോദിച്ചിട്ടേ ആരെയും സ്നേഹിക്കാവൂ. ആട്ടെ, ആരാടാ പെണ്ണ്? എടാ ആരാടാ പെണ്ണ്? വല്യച്ഛൻ സമാധാനം വെച്ചിരിക്കുന്നു. ഞാൻ ചോദിച്ചില്ലേ? ഞാൻ ചോദിക്കാം. ആരാണ് ആ പെണ്ണ്? പെണ്ണ് ഏതാണ്? മന്ത്രി ചന്ദ്രശേഖരന്റെ മകൾ.